ഇപ്പോൾ പുരുഷനിൽ നടത്തിയ പഠനങ്ങളൊക്കെ FMRI സ്കാനിങ് വെച്ചിട്ട് നടത്തിയ പഠനങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, പുരുഷൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഇമേജിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഡ്രസ്സ് ചെയ്ത, ഗ്ലാമറസ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത ആളുകളെ പുരുഷൻ്റെ തലച്ചോറിൽ സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത് കാണുമ്പോൾ വിഷ്വൽ സ്റ്റിമുലി നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആണ് പുരുഷൻ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന് അതിനോട് അട്രാക്ഷൻ കൂടും. അതിൽ തന്നെ എത്ര പേര് അതിൻ്റെ മേലെ ആക്ട് ചെയ്യും എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ പുരുഷന് അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്കൊരു ചോയ്സ് ഉണ്ട്. ഞാൻ ഏത് ഡ്രസ്സ് ധരിക്കണം, ഞാൻ വളരെ ഗ്ലാമറസ് ആയ ഒരു ഔട്ട്ഫിറ്റ് ഇടണോ അതോ മോഡസ്റ്റ് ആയ ഒരു ഔട്ട്ഫിറ്റ് ഇടണോ എന്നുള്ളൊരു പെണ്ണിനൊരു ചോയ്സ് ഉണ്ട്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച് നിങ്ങളൊരു ഗ്ലാമറസ് ആയ ഔട്ട്ഫിറ്റ് ഇട്ടാൽ അത് കാണുന്ന എനിക്ക് സെക്ഷൽ അറൗസൽ ഉണ്ടാവണോ വേണ്ടേ എന്നൊരു ചോയ്സ് പുരുഷൻ അവിടെ ഇല്ല. സെക്ഷൽ പറയുന്നത് വിക്ടിം ബ്ലെയിമിംഗ് ആണെന്ന് പറയുന്നവരോട് എന്താ പറയാ? ഇതൊക്കെ പഠനങ്ങളാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വേൾഡിൽ 50 സൈക്കോളജിസ്റ്റുകൾ ഒരാളായിട്ട് എണ്ണപ്പെടുന്ന ആളാണ് ഡേവിഡ് എംബസ്. എവല്യൂഷണറി സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പഠനമാണ് ദ ബാഡ് മെൻ എന്നുള്ളത്. ഹൗ മെൻ ഹരാസ് അസോൾട്ട്, ഒരു വലിയ പേരാണ്. അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്ന ബാഡ് മെൻ എന്നാണ് അതിൻ്റെ മെയിൻ ടൈറ്റിൽ. അപ്പോൾ അതിലുള്ള കുറേ പഠനങ്ങളാണ് ഇതൊക്കെ. അതായത് അദ്ദേഹം അതിൻ്റെ ഇപ്പോൾ ഡേവിഡ് എംബസ് അതിൻ്റെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതലും സ്ത്രീകൾ ഇങ്ങനത്തെ ഹരാസ്മെൻറ്റ് അനുഭവിക്കും പബ്ലിക് സ്പേസിൽ, മീൻസ് ഫങ്ഷനിൽ, ഇവൻറ്റിൽ. അതിൽ അത് എങ്ങനത്തെയെന്ന് വെച്ചാൽ അതിൽ ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ അവരെ ബ്രസ്റ്റിൽ, ബട്ടക്സിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു മറ്റ് പുരുഷന്മാർ ടച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് 16-നും 35-നും ഇടയിലുള്ള സ്ത്രീകൾക്കാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വളരെ അട്രാക്റ്റീവായ ഔട്ട്ഫിറ്റ് ധരിച്ചവർക്കെതിരെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പുരുഷൻ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റുകൾ അവൻ്റെ തലച്ചോറിൽ കൊടുക്കുന്ന ഒരു വിഷ്വൽ സ്റ്റിമുലി അവൻ സെക്ഷലി അട്രാക്റ്റ് ആവുന്നൊരിതുണ്ട്. പക്ഷേ അത് അവന് ഒരു സ്ത്രീയെ പോയി തൊടാനുള്ള ലൈസൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇപ്പോൾ ഒരു ജെന്റിൽമാൻ ബിഹേവിയർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരാൾ ആക്ട് ചെയ്യൂല. പക്ഷേ അത് നടക്കാതിരിക്കാനുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ സെൽഫ് കൺട്രോളാണ്. അത് നഷ്ടപ്പെടുന്ന ആളത് ചെയ്യും. അത് ചെയ്യും എന്നുള്ളത് ഏതൊക്കെ പുരുഷന്മാർ ചെയ്യും, ഏതൊക്കെ പുരുഷന്മാർ ചെയ്യൂല എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നടത്തിയ ഒരു പഠനമുണ്ട്. അപ്പോൾ ഏതൊരു പുരുഷനെ നമുക്കൊരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതിലൊരു സ്റ്റഡി എന്ന് വെച്ചാൽ ഇത്ര പുരുഷന്മാരെ ഇരുത്തിയിട്ട് അവർക്കൊരു ഇത് കൊടുത്തിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചാൻസ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്കൊരു പെണ്ണിനെ ഫോഴ്സ്ഫുള്ളി സെക്സിലേക്ക് കൊണ്ടുവരാം. ഈ വിവരം ആരും അറിയില്ല. ഇതിലൊരു കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല. നിങ്ങളുടെ കുടുംബമോ നാട്ടുകാരോ ആരും ഇതറിയാൻ പോണില്ല. നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നമോ നിങ്ങളുടെ സ്റ്റാറ്റസിനോ ഡിഗ്നിറ്റിക്കോ ഒന്നും വരാൻ പോണില്ല. ഇതിലൊരു മെഡിക്കൽ ഇഷ്യൂസോ ഒരു STD ഒന്നും നിങ്ങൾക്ക് വരാൻ പോണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ്. 35% പേര് എസ് ആണ് പറഞ്ഞത്, ചെയ്യും എന്നുള്ളത്. 35% എന്നുള്ളത് ആ നമ്പർ ചിലപ്പോൾ അത്ര വലുതായിരിക്കില്ല. പക്ഷേ ഒരു സൊസൈറ്റിയിൽ 100-ൽ 35 ആളും പൊട്ടൻഷ്യലി റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് അലാമിംഗ്ലി ഹൈ, നല്ലൊരു പെർസെൻറ്റേജ് ആണ്. അഥവാ നമ്മൾ കാണുന്ന 100 പുരുഷന്മാരിൽ 35 പുരുഷന്മാർ ഒരു പൊട്ടൻഷ്യലി റേപ്പ് ചെയ്യാൻ സാധ്യത ഉള്ളവരാണ്. അത് ആര് ചെയ്യലും നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പുരുഷൻ്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ അവളുടെ ഔട്ട്ഫിറ്റ് സ്വാഭാവികമായിട്ടൊരു പുരുഷനെ സെക്ഷുവലി ഒരു ട്രിഗർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്.